ഹലോ സെവൻത്ത് ക്ലാസ് സ്റ്റുഡൻസ്, ലാസ്റ്റ് ലെസൺ എടുത്തതിൻ്റെ കണ്ടിന്യൂഷനാണിത്. ചാപ്റ്റർ 2ൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ അത് റീഡ് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കണ്ടിട്ട് കാര്യമുള്ളൂ. ലെസൺ നെയിം തീൻ ബുദ്ധിമാൻ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ 3 പേര് അങ്ങനെ സ്റ്റക്കായി നിൽക്കണം. ഇവരെ സംശയിക്കുകയാണ്. ഊട്ടിനെ കാണാതെ ആയപ്പോൾ ഇവരെ സംശയിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് രാജാവിൻ്റെ മുന്നിൽ. അപ്പോൾ അതാണ് സിറ്റുവേഷൻ. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. हमने अपने परिवेश को पैनी दृष्टि से देखने और बुद्धि से सोचने के प्रयास में बहुत समय लगाया है. ഞങ്ങളുടെ പരിസ്ഥിതികൾ സിറ്റുവേഷനുകൾ പാനി ദൃഷ്ടി സെ ഭയങ്കര സൂക്ഷ്മമായ ദൃഷ്ടിയോടെ ദേഖനെ ഓർ ബുദ്ധി സെ സോച്ചനെ നമ്മൾ കാണുവാനും നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കാനും പ്രയാസം ബഹുത് സമയം ലഗ അത് പഠിച്ചെടുക്കാൻ ഒരുപാട് സമയം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പാനി ദൃഷ്ടി സൂക്ഷ്മമായിട്ടുള്ള ദൃഷ്ടി. ഒബ്സർവേഷൻ, പരിവേഷൻ മീൻസ് ചുറ്റുപാടുകൾ. പ്രയാസ് കർണ പ്രാക്ടീസ് ചെയ്യുക, ട്രൈ ചെയ്യുക. ബഹുത് സമയം ലഗായ ഹെ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഒബ്സർവേഷനും ബുദ്ധി ഉപയോഗിച്ചിട്ട് ഒരു സിറ്റുവേഷനെ ശരിക്കും മനസ്സിലാക്കാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. इसलिए ऊँट को देखे बिना ही हमने बता दिया कि वह कैसा है. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഊണ്ടിനെ കാണാതെ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അതെങ്ങനെയാണെന്ന്. राजा हंस दिया. राजा की चिरी वनु. किसी को भी देखे बिना ही उसके विषय में क्या इतना कुछ जानना संभव हो सकता है? എന്തെങ്കിലും ഒരു സാധനം കാണാതെ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഇത്രയ്ക്ക് മനസ്സിലാക്കുക എന്ന് പറഞ്ഞ സംഭവമാണോ? അങ്ങനെയാണ് രാജാവ് ചോദിക്കുന്നത്. ഹാ സംഭവ് ഹെ ഭായിയോനെ ഉത്തർ ദിയ. അപ്പോൾ ബ്രദേഴ്സ് പറയാണ് പറ്റും. तो ठीक है ना ശരി. हम അഭി തുമ്ഹാരി സച്ചായി കി ജാഞ്ച് കർ ലേങ്കെ. ഞങ്ങൾ ഇപ്പം തന്നെ അതിൽ എന്തോരം സത്യം ഉണ്ടെന്ന് ഞങ്ങൾ നോക്കി നോക്കട്ടെ. രാജാനെ ഉസി സമയ അപ്നെ മന്ത്രി കോ ബുലായ ഓർ ഉസ്കെ കാൻ മേ കുച്ച് ഫുസ്ഫുസായ. രാജാവ് അപ്പം തന്നെ മന്ത്രിനെ വിളിച്ചു. മന്ത്രിക്കോ ബുലായ വിളിച്ചു. എന്നിട്ട് ഉസ്കെ കാൻമേ ആളുടെ ചെവിയിൽ പോയിട്ട് കുച്ച് ഫുസ്ഫസായ എന്തോ അങ്ങനെ സൗണ്ട് കുറച്ച് എന്തൊക്കെയോ അങ്ങനെ പറയാൻ തുടങ്ങി ആളുടെ ചെവിയിൽ കേട്ടോ. മന്ത്രി തുരന്ത് മെഹൽ കെ ബാഹർ ചലാ ഗയ. അത് കഴിഞ്ഞതും മന്ത്രി അപ്പം തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് പോയി. മെഹലിൻ്റെ പുറത്ത്, ആ കൊട്ടാരത്തിൻ്റെ പുറത്തേക്ക് പോയി. ലേക്കിൻ ശീഘ്ര ഹി വഹ ദോ സേവകോ കെ സാത്ത് ലോട്ട ജോ ഏക് ബഹുത് ഹി ബഡി സി. പെട്ടെന്ന് തന്നെ അയാൾ തിരിച്ച് 2 സേവക് മീൻസ് അവർ ഹെൽപ്പേഴ്സോ അല്ലെങ്കിൽ സോൾജേഴ്സിനെ കൂട്ടിയിട്ട് തിരിച്ചു വന്നു. ജോ ഏക് ബഡി സി പേട്ടി ലിയേ ഥേ. പേട്ടി മീൻസ് ബോക്സ്, പെട്ടി. അവരുടെ കയ്യിൽ വലിയൊരു ബോക്സ് ഉണ്ടായിരുന്നു. दोनों ने पेटी को बहुत सावधानी से द्वार के पास ऐसे रख दिया कि वह राजा को दिखाई दे सके और स्वयं एक और हट गए. രണ്ടുപേരും ആ ബോക്സ് ഭയങ്കര സൂക്ഷിച്ചിട്ട് ദ്വാർ കെ പാസ്, ആ ഗേറ്റിൻ്റെ അടുത്ത് കൊണ്ട് പോയി വെച്ചു ആ ബോക്സുകൾ. അത് രാജാവിനെ കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അത് വെച്ച ഉടനെ 2 പേര് അവിടെ നിന്ന് മാറിപ്പോയി. ഹട്ട് ഗയെ മാറിപ്പോയി. ദിഖായി ദേ കാണാൻ പറ്റുന്ന രീതിയിൽ. സാവധാനി കോഷ്യസ് ദ്വാർ ഗേറ്റ് ഡോർ. तीनों भाई दूर से खड़े उन्हें देखते रहे. ഇതൊക്കെ ദൂരെ നിന്നിട്ട് തന്നെ ആ 3 ബ്രദേഴ്സ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. उन्होंने इस बात को ध्यान से देखा कि पेटी कहाँ से और कैसे लाई गई थी. അവരും നല്ല സൂക്ഷിച്ച് നോക്കി അത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്, എങ്ങനെയാണ് കൊണ്ടുവരുന്നത്. കഹാ സെ എവിടെ നിന്ന്, कैसे എങ്ങനെ, ധ്യാൻ സെ ശ്രദ്ധയോടുകൂടി, और किस ढंग से रखी गई थी ഏത് രീതിയിലാണ് അവിടെ താഴെ വെച്ചത്. किस ढंग से रीति ഏത് രീതി. हाँ तो चोरों हमें बताओ कि उस पेटी में क्या है. राजा ने कहा. രാജാവ് പറയേ എന്നാൽ ശരി കള്ളന്മാരെ നിങ്ങൾ പറയൂ ആ पेटिയിൽ എന്താണ്. महाराज हम तो पहले ही यह विनती कर चुके हैं कि हम चोर नहीं हैं. ഞങ്ങൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കള്ളന്മാരല്ല എന്ന്. सबसे बड़े भाई ने कहा. ഇത് ഏറ്റവും വലിയ ബ്രദറാണ് പറയുന്നത്. पर यदि आप चाहते हैं तो मैं आपको यह बात बता सकता हूँ कि उस पेटी में क्या है. പക്ഷേ നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ആ ബോക്സിൽ എന്താണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും.
उसमें कोई छोटी सी गोल വസ്തു है അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ചെറിയൊരു ഗോൾ വസ്തു റൗണ്ട് ഷേപ്പിലുള്ള എന്തോ ഒരു സാധനമാണ് ഗോൾ വസ്തു റൗണ്ട് ഷേപ്പിലുള്ള വസ്തു സാധനം उसमें अनार है मजला भाई बोला मिडिल ब्रदर പറഞ്ഞു അതിൽ അനാറാണ് പോമഗ്രനേറ്റ് हाँ और वह अभी कच्चा है ആ അതെ അത് ആണെങ്കിൽ പച്ചയാണ് ഇത് പറയുന്നത് സബ്സെ ഛോട്ടാ ഭായിനെ കഹ ചെറിയ ബ്രദറാണ് പറയുന്നത് ഇത് നമുക്ക് പിക്ചറിൽ കാണാം ആ ബോക്സിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സാധനം ഉണ്ട് 3 ബ്രദേഴ്സ് അവിടെ നിൽക്കുന്നുണ്ട് രാജാവിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ആരോ അതെടുത്ത് കാണിക്കുന്നുണ്ട് ഇനി എന്താ ഉണ്ടാവുന്നത് നോക്കാം यह सुनकर राजा ने पेटी को पास लाने का आदेश दिया അത് കേട്ടിട്ട് ആ ബോക്സ് ഇങ്ങോട്ട് അടുത്തേക്ക് കൊണ്ടുവരുമെന്ന് രാജാവ് പറഞ്ഞു സേവകോനെ തുരന്ത് ആദേശ് പൂരാ കിയ അത് പറഞ്ഞതും അവരുടെ സോൾജേഴ്സ് അത് സാധിച്ചു കൊടുത്തു പൂരാ കിയ എന്ന് പറഞ്ഞാൽ അത് നടത്തി അതായത് അത് അടുപ്പിച്ചു കൊടുത്തു രാജാനെ സേവകോൻസെ പേട്ടി ഖോൽനെ കെ ലിയെ കഹ എന്നിട്ട് രാജാവ് പറഞ്ഞു ആ ബോക്സ് തുറക്കാൻ ഖോൽന തുറക്കുക पेटी खुल जाने पर उसने उसमें झाँका എന്നിട്ട് അത് തുറന്നു കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് എത്തിച്ചു നോക്കുക രാജാവ് അങ്ങോട്ട് എത്തിച്ചു നോക്കി जब उसे उसमें कच्चा अनार दिखाई दिया तो उसके आश्चर्य की कोई सीमा न रही അതായത് അതിൻ്റെ ഉള്ളിൽ ഈ റോ പോമഗ്രാനൈറ്റ് കണ്ടപ്പോൾ കച്ച അനാർ റോ ആയിട്ടുള്ള പോമഗ്രാനൈറ്റ് കണ്ടപ്പോൾ അതിശയിച്ചു പോയി എന്നാണ് പറയുന്നത് അതിശയം कि कोई सीमा न रही അതായത് ഒരുപാട് അതിശയായി എന്ന് പറഞ്ഞു आश्चर्यचकित राजा ने अनार निकालकर वहाँ उपस्थित सभी लोगों को दिखाया तब उसने ऊँट के मालिक से कहा എന്നിട്ട് ഈ അനാർ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു ഈ രാജാവ് അതെടുത്തിട്ട് എന്നിട്ട് ഈ ഊണ്ടിൻ്റെ മാലിക് എന്ന് പറഞ്ഞ ഓണറിനോട് പറഞ്ഞു എന്ത് പറഞ്ഞു इन लोगों ने यह स्पष्ट कर दिया है कि ये चोर नहीं है ഇവർ അത് ക്ലിയർ ചെയ്തു അവർ കള്ളന്മാരല്ല എന്ന് ഈ എക്സാമ്പിളിനോട് നമുക്ക് ക്ലിയർ ആയി വാസ്തവ में ये सब ही बुद्धिमान लोग हैं ഇവർ നല്ല ബുദ്ധിമാനായിട്ടുള്ള ആൾക്കാരാണ് എന്ന് രാജാവ് പറയാണ് യഥാർത്ഥത്തിൽ അവരെല്ലാവരും ബുദ്ധിമാന്മാരാണ് തും ഇൻകെ ബതായ രാസ്തെ പർ ജാക്കർ അപ്നെ ഊണ്ട് കോ ഖോജോ എന്നിട്ട് ഇവർ പറയുന്ന ആ വഴി കൂടെ പോയിട്ട് നിങ്ങളുടെ ഊണ്ട് തപ്പിപ്പിടിച്ചോളൂ എന്നാണ് രാജാവ് ആ ഓണറിനോട് പറയുന്നത് ഇത് രാജാവ് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ राजा के महल में उस समय उपस्थित सभी लोगों के आश्चर्य का कोई ठिकाना ना था ആശ്ചര്യ का कोई ठिकाना ना था എന്ന് പറഞ്ഞാൽ ഒരുപാട് അതിശയായി എന്നാണ് അർത്ഥം ഒരു മുഹാവര പോലെയാണത് അതായത് അവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഒരുപാട് അതിശയമായി किंतु सबसे बढ़कर तो स्वयं राजा चकित था പക്ഷെ ഏറ്റവും കൂടുതൽ സ്വയം രാജാവ് തന്നെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് उसने सभी तरह के अच्छे और स्वादिष्ट भोजन मंगवाए എന്നിട്ട് രാജാവ് ഏറ്റവും നല്ല ഭക്ഷണം കൊണ്ടുവരിപ്പിച്ചു സ്വാദിഷ്ട് ഭോജൻ ടേസ്റ്റി ഫുഡ് സഭി തരഹക്കെ അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അച്ഛേ നല്ലതും ടേസ്റ്റി ഫുഡും കൊണ്ടുവരിക്കുക और लगा इन भाइयों की आवभक्त करने आवभक्त मीन्स ഹോസ്പിറ്റാലിറ്റി അവരെ ആദരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവരെ ആദരിച്ചു തുടങ്ങി तुम लोग बिल्कुल निर्दोष हो और जहाँ भी जाना चाहो जा सकते हो നിങ്ങൾ ആബ്സല്യൂട്ട്ലി ഇന്നസെൻറ്റ് പീപ്പിൾ ആണ് നിർദോഷ് മീൻസ് ഇന്നസെൻറ്റ് ബിൽക്കുൽ ആബ്സല്യൂട്ട്ലി നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം ജാ സക്തേ ഹോ പോകാം ജഹാ ചാഹോ എവിടെ വേണമെങ്കിലും किंतु जाने से पहले तुम मुझे सारी बात विस्तार के साथ बताओ പക്ഷേ പോണേക്കാൾ മുന്നേ എനിക്ക് എല്ലാ കാര്യവും വിസ്തരിച്ച് പറഞ്ഞു തരണം വിസ്തരിച്ച് പറഞ്ഞു തരണം ഡീറ്റെയിൽ ആയിട്ട് तुम्हें यह कैसे पता चला कि व्यक्ति और ऊंट खो गया है നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഈ മനുഷ്യൻ ഊണ്ടും ക്യാമലും എങ്ങനെ കളവ് പോയി എന്നുള്ള കാര്യം കാണാനില്ല ഖോഗയ ഒന്നല്ലെങ്കിൽ കളവ് പോയി അല്ലെങ്കിൽ കാണാതില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി തുമ്നെ യഹ कैसे जाना कि ऊंट कैसा था നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഈ ക്യാമൽ എങ്ങനെയാണെന്നുള്ളത് सबसे बड़े भाई ने कहा धूल पर उसके पैरों के चिन्हों से मुझे पता चला कि कोई बहुत बड़ा ऊंट वहाँ से गया है താഴെ
ധൂൽ ധൂൽ എന്ന് പറഞ്ഞാൽ മണലും മണ്ണ്, അതിൻ്റെ മുകളിൽ നിന്ന് അങ്ങനെ പ്രിൻ്റ് ഉണ്ടാവുമല്ലോ, ഫുട് പ്രിൻറ്റ്സ്, ഉസ്കെ പാരോ കെ ചിഹ്നു, അതായത് ഫുട് പ്രിൻറ്റ്സ്, ചിഹ്ന പ്രിൻറ്റ്. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതൊരു വലിയ ഒരു ആനിമലാണ്, ഊണ്ടാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. जब मैंने अपने पास से जाने वाले घुड़सवार को अपने चारों ओर नज़र दौड़ाते देखा तो उसी समय मेरी समझ में यह बात आ गई कि वह क्या खोज रहा है. എൻ്റെ അടുത്ത് കൂടെ പോകുന്ന ആ ഘുഡ്സവാർ, ആ ഹോഴ്സ് റൈഡർ നെ കണ്ടപ്പോൾ അപ്നെ ചാറോ ഓർ നസർ ദൊടാത്തെ ദേഖ, അതായത് ആൾ 4 വശത്തും ചാറോ ഓർ നസർ ദൊടാത്തെ, കണ്ണുകൾ ഇങ്ങനെ തപ്പിക്കൊണ്ട് നിൽക്കുകയാണ്, ഇങ്ങനെ 4 സൈഡിൽ കൂടെ നോക്കുന്നത് കണ്ടു. തോ ഉസി സമയം, ആ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി കി യഹ് ബാത് സമജ് മേ ആ ഗയി കി വഹ് കുച്ച് തോ ഖോജ് രഹാ, അതായത് എന്തോ അന്വേഷിക്കുകയാണ്, കളവ് പോയി എന്നുള്ള കാര്യം മനസ്സിലായി, തപ്പാണെന്നുള്ള കാര്യം മനസ്സിലായി. ജാനെ വാല പോകുന്ന ആൾ, ഖോജ് രഹാ ഹെ തപ്പുന്നു, നസർ ദൊടാത്തെ ദേഖ മീൻസ് ലുക്കിംഗ് അറൗണ്ട്. മേരി സമജ് മേ, എനിക്ക് മനസ്സിലായത്. बहुत अच्छा राजा ने कहा. അപ്പോൾ രാജാവിന് ഓ നന്നായി. अच्छा अब यह बताओ कि तुम में से किसने इस घुड़सवार को यह बताया कि उसका ऊँट एक ही आँख से देख पाता है. എന്നിട്ട് രാജാവ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളിൽ ആരാണ് മനസ്സിലാക്കി ആ ഊँटिനെ ഒരു കണ്ണ് കൊണ്ട് മാത്രമേ കണ്ണ് കാണൂ എന്നുള്ളത് ആരാ മനസ്സിലാക്കിയേ. അപ്പോൾ തും യഹ് ബതാओ कि, ഇനി നിങ്ങളിത് പറയൂ, തും में से किसने इस घुड़सवार को, നിങ്ങളിൽ ഏത് ആളാണ് ഈ കുതിരപ്പുറത്ത് പോണ ആളെ ബതായ പറഞ്ഞത്. ഉസ്ക ഊണ്ട്, ആളുടെ ഊണ്ട്, ആँखों से एक ही आँखों से, ഒരു കണ്ണുകൊണ്ട് മാത്രം, ദേഖ് പാത്ത കാണുന്നുള്ളൂ, കാണാൻ പറ്റുകയുള്ളൂ. ഉസ്കാ तो सड़क पर चिन्ह नहीं रहा होगा, അങ്ങനെ ഇപ്പോൾ അത് ഫുട് പ്രിൻറ്റ്സ് പോലെ അവിടെ പ്രിൻ്റൊന്നും ഇല്ലല്ലോ, അപ്പോൾ അത് എങ്ങനെ മനസ്സിലായി? ചിഹ്ന പ്രിൻ്റ്, सड़क रोड. मैंने इस बात का अनुमान ऐसे लगाया कि सड़क के दाई ओर की घास तो ऊँट ने चरी थी, मगर बाई ओर की घास ज्यों की त्यों थी. ഞാൻ ഇങ്ങനെയാണ് ഗസ് അടിച്ചത്. ഗസ് അടിക്കുക എന്ന് പറഞ്ഞാൽ അനുമാൻ ലഗാന. कि सड़क की दाई ओर, ദായി റൈറ്റ് സൈഡിൽ, സടക്കിൻ്റെ റൈറ്റ് സൈഡിലുള്ള പുല്ലുകൾ മുഴുവൻ കഴിച്ചിട്ടുണ്ട്, ആ ഊണ്ട് കഴിച്ചിട്ടുണ്ട്. ചറി തീ, കഴിക്കാം, പുല്ല് കഴിക്കണേനാണ് ചറി എന്ന് പറയുന്നത്. മഗർ പക്ഷേ, ബായി ഓർ അതായത് ലെഫ്റ്റ് സൈഡിൽ, കി ഘാസ് ജോ കി ത്യോ ഹേ, അവിടുത്തെ ഘാസ് പുല്ല് അതേപോലെ ഉണ്ട്. ജോ കി ത്യോ അതേപോലെ, ജോ കി ത്യോ അതേപോലെ ഉണ്ട്. മജ്ലെ ബായിനെ ഉത്തർ ദിയ, മിഡിൽ ബ്രദറാണ് അതിനെ റിപ്ലൈ ചെയ്തത്. ബഹുത് ഉത്തം രാജാനെ കഹാ, വളരെ നന്നായി രാജാവ് പറഞ്ഞു. തുമ്മേ സേ വഹ് അനുമാൻ കിസ്നെ ലഗായ ഥാ, ഈ ഗസ് വർക്ക് ആരാണ് ചെയ്തത് നിങ്ങളിൽ നിന്ന്? കി ഉസ് പർ ബച്ചെ കെ സാത്ത് ഏക് മഹിള സവാർ ഥി, അതിൽ ഒരു കുട്ടിയും കൂടി ഉണ്ട്, ഒരു ലേഡിയുടെ കൂടെ ഒരു കുട്ടിയും കൂടി ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? मैंने, सबसे छोटे भाई ने उत्तर दिया, ഏറ്റവും ചെറിയ ബ്രദർ പറഞ്ഞു, ഞാനാണ് കണ്ടുപിടിച്ചത്. मैंने देखा कि एक स्थान पर ऊँट के घुटने ठेकर बैठने के चिन्ह पड़े हुए थे, അതായത് ഊണ്ട് മുട്ടുകുത്തി നിന്ന് അടയാളം, ചിഹ്ന അടയാളം അവിടെ ഉണ്ടായിരുന്നു. ഏക് സ്ഥാൻ പർ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നു. ഘുട്ടനെ മുട്ട്, ടേക്കർ മുട്ടുകുത്തിയിട്ട്, ബാറ്റന ഇരിക്കുക. उनके पास ही रेत पर एक महिला के जूते के चिन्ह दिखाई दिए, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഷൂവിൻ്റെ പ്രിൻ്റ് പോലും അവിടെ കണ്ടിരുന്നു. ജൂത്തേക്ക് ചിഹ്ന ഫുട് ഷൂസിൻ്റെ പ്രിൻ്റ് അവിടെ. റേത്ത് മീൻസ് ഡെസേർട്ട് ഏരിയ ആണ്, സാൻഡിൻ്റെ മുകളിൽ ആ പ്രിൻ്റും ഉണ്ടായിരുന്നു. സാഥി ചോട്ടെ ചോട്ടെ पैरों के चिन्ह थे, അതിൻ്റെ കൂടെ തന്നെ ചെറിയ ചെറിയ കാലടയാളങ്ങളും ഉണ്ടായിരുന്നു. ചോട്ടെ ചോട്ടെ ചെറിയ ചെറിയ पैरों കാല് അടയാളം, ചിഹ്ന. जिसमें मुझे पता चला कि महिला के साथ एक बच्चा भी था, അപ്പോൾ എനിക്ക് മനസ്സിലായി ആ ലേഡിയുടെ കൂടെ ഒരു കുട്ടിയും കൂടി ഉണ്ടെന്ന്. बहुत अच्छा, വളരെ നന്നായി. തുമ്നെ ബിൽക്കുൽ സഹി കഹാ ഹൈ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. രാജാവ് പറഞ്ഞു. ലേക്കിൻ तुम लोगों को यह कैसे पता चला कि പേട്ടി മേ ഏക് കച്ച അനാർ ഹൈ, അതൊക്കെ ശരി, പക്ഷേ ഈ പേട്ടിയുടെ ഉള്ളിൽ, ബോക്സിൻ്റെ ഉള്ളിൽ ഒരു പച്ച അനാറാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? यह बात तो मेरी समझ में बिल्कुल नहीं आ रही है, അതെനിക്ക് തീരെ മനസ്സിലാവുന്നില്ല, അത് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു?
അപ്പോൾ ഇവർ 3 ബ്രദേഴ്സ് ഇങ്ങനെ നിൽക്കുകയാണ് രാജാവിൻ്റെ മുന്നിൽ, നമുക്ക് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ. എന്നിട്ട് അപ്പോൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ സബ്സെ ബഡെ ഭായി നെ കഹാ, ഏറ്റവും വലിയ ബ്രദർ പറഞ്ഞു, ജിസ് തര ദോനോ വ്യക്തി ഉസ്കോ ഉഠാക്കർ ലായേ थे, എങ്ങനെയാണോ രണ്ടുപേരും കൂടിയിട്ട് ആ ബോക്സിനെ പിടിച്ചു കൊണ്ടുവന്നത്, ഉസ്സെ ബിൽക്കുൽ സ്പഷ്ട था कि वो बिल्कुल भी भारी नहीं है. അത് കണ്ടാൽ തന്നെ ക്ലിയർ ആയിരുന്നു. സ്പഷ്ട മീൻസ് ക്ലിയർ ആയിരുന്നു, അത് ഒരു തീരെ ഭാരമില്ലാത്ത സാധനമാണെന്ന്. भारी मीन्स भारम, भारी नहीं, ഭാരമില്ലാത്തത്. जब वह पेटी को रख रहे थे, അവർ ആ ബോക്സ് താഴെ വെക്കുമ്പോൾ, तो मुझे उसके अंदर छोटी सी एक गोल वस्तु के लुढ़कने की ध्वनि सुनाई दी. ध्वनि मीन्स സൗണ്ട്. അപ്പോൾ അതവിടെ താഴെ വെച്ചപ്പോൾ ഏതോ ഒരു ചെറിയ റൗണ്ട് സാധനം അങ്ങനെ ഉരുണ്ടു പോകുന്ന ഒരു സൗണ്ട് വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ 3 ബ്രദേഴ്സ് പറയുന്നത് അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവും ഏതോ ഒരു ചെറിയ സാധനം ഭാരമില്ലാത്തത് ഒരു 2 പേരും കൂടി കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുമ്പോഴേ അവർക്ക് മനസ്സിലായി എന്തോ ഒരു സാധനം ഉള്ളിൽ ഉരുണ്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ അത് ചെറിയൊരു സാധനമെന്ന് മനസ്സിലായി. എന്നിട്ട് മജലെ ഭായി ने कहा, मिडिल ब्रदर പറഞ്ഞു, मैंने ऐसा अनुमान लगाया कि चूंकि पेटी उद्यान की ओर से लाई गई है और उसमें कोई छोटी सी गोल वस्तु है. അപ്പോൾ ഇത് ആളെങ്ങനെ ഗസ് ചെയ്തത്, ക്യൂങ്കി പേട്ടി ഉദ്യാൻ സില, ഉദ്യാൻ മീൻസ് ഗാർഡൻ, ഗാർഡൻ എന്നാണ് ആ ബോക്സ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓർ ഉസ്മേ കോയി छोटी सी गोल वस्तु है, അത് മാത്രമല്ല അതിലൊരു റൗണ്ട് വസ്തുവാണ്. അപ്പോൾ പിന്നെ തുവഹ് അവശ്യ അനാർ ഹോ സക്ത ഹൈ, അപ്പോൾ അതെന്തായാലും തീർച്ചയായിട്ടും അനാറാവാനാണ് സാധ്യത. कि आपके महल के आसपास अनार के बहुत से पेड़ लगे हुए हैं. മാത്രമല്ല നിങ്ങളുടെ കൊട്ടാരത്തിൻ്റെ ചുറ്റും അപ്പുറത്തപ്പുറത്തൊക്കെ ആയിട്ട് കുറേ അനാറിൻ്റെ ട്രീസ് ഉണ്ട്. പേട് ട്രീ, ബഹുത് സേ കുറേ അനാർ, പോമഗ്രാനറ്റ്. ആസ്പാസ് തൊട്ടടുത്ത് അപ്പുറത്തുപ്പുറത്തൊക്കെ. മെഹൽ കൊട്ടാരം. बहुत अच्छा, राजा ने कहा. ओ വളരെ നന്നായി, രാജാവ് പറഞ്ഞു. उसने सबसे छोटे भाई से पूछा, लेकिन तुम्हें यह कैसे पता चला कि अनार कच्चा है. പക്ഷേ നിങ്ങൾക്ക് ഇതെങ്ങനെ മനസ്സിലായി അനാർ പച്ചയാണെന്ന്, പഴുത്തിട്ടില്ല എന്നുള്ള കാര്യം? इस समय तक उद्यान में सभी अनार कच्चे हैं, यह तो आप स्वयं ही देख सकते हैं. ഇപ്പോൾ ഉള്ള കാലാവസ്ഥയ്ക്ക് എല്ലാ അനാറും പച്ച തന്നെയാണ്. അത് നിങ്ങൾക്ക് ഗാർഡനിലുള്ള എല്ലാ അനാറും പച്ചയാണ്, അത് നിങ്ങൾക്ക് സ്വയം കാണാമല്ലോ. स्वयं ही देख सकते हैं, स्वयं കാണാ लो. कच्चे हैं, പച്ചയാണ്, റോ ആണ്. उसने उत्तर दिया और खुली हुई खिड़की की ओर संकेत किया. അങ്ങനെ ഉത്തരം പറഞ്ഞിട്ട് എന്നിട്ട് ആ ഖുലി ഹുയി ഖിഡ്കി, തുറന്നിരിക്കുന്ന ജനാലയ്ക്ക് ഇങ്ങനെ കൈയും കാണിച്ച് संकेत किया, അങ്ങോട്ട് ഇൻഡിക്കേറ്റ് ചെയ്തു. പിന്നെ രാജാനെ बाहर देखा तो पाया कि उद्यान में लगे अनार के सभी वृक्षों पर कच्चे अनार लटक रहे हैं. അപ്പോഴാണ് രാജാവ് പുറത്തേക്ക് നോക്കുന്നത്. അപ്പോൾ മനസ്സിലായി ആ ഗാർഡനിലുള്ള എല്ലാ അനാറിൻ്റെ വൃക്ഷങ്ങളിലും പച്ചയായിട്ടുള്ള അനാറാണ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. ലട്ടക് രഹേ ഥേ, തൂങ്ങിക്കിടക്കുന്നു. സഭി വൃക്ഷോ പർ, എല്ലാ ട്രീസിലും കച്ച അനാർ, പച്ച അനാർ. राजा इन भाइयों की असाधारण पैनी दृष्टि और तीक्ष्ण बुद्धि से चकित रह गया. രാജാവാണെങ്കിലോ ഈ 3 ബ്രദേഴ്സിൻ്റെ ഷാർപ്പ് വിഷനും മാത്രമല്ല തീക്ഷ്ണ ബുദ്ധിയും കണ്ടിട്ട് ചക്കിത് രഹുകയാ, അതിശയിച്ചിരിക്കുകയാണ്. धन संपत्ति या सांसारिक वस्तुओं की दृष्टि से तो तुम धन्यवाद नहीं हो, लेकिन കാശും പണവും അഥവാ മറ്റ് ജീവിക്കാനുള്ള ആവശ്യമുള്ള സാധനങ്ങളോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ധനവാനല്ല. മീൻസ് യു ആർ നോട്ട് റിച്ച് ഇൻ ടേംസ് ഓഫ് മണി ഓർ വേർഡ്ലി തിങ്സ്. പക്ഷേ തുമ്ഹാരെ പാസ് ബുദ്ധി കാ ബഹുത് ബഡാ കോശ് ഹൈ, പക്ഷെ നിങ്ങളുടെ കയ്യിൽ ധാരാളം ജ്ഞാനസമ്പത്തുണ്ട്. उसने प्रशंसा करते हुए कहा और उन्हें अपने दरबार में रख लिया. അങ്ങനെ പ്രശംസിച്ചിട്ട്, അവരെല്ലാവരും പ്രശംസിച്ചിട്ട്, അപ്രിഷിയേറ്റ് ചെയ്തിട്ട്, പ്രശംസ അപ്രിഷിയേറ്റ് ചെയ്യുക, എന്നിട്ട് അവരുടെ ദർബാർമേ റഖ് ലിയ, ആ രാജകൊട്ടാരത്തിൽ തന്നെ അവരെ നിർത്തി, അതായത് അവർക്ക് ജോലി കൊടുത്തു. അപ്പം നമുക്ക് എന്താ മനസ്സിലായത്, ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ളത് ബുദ്ധിയാണ്, കാശും പണവും അല്ല, ബുദ്ധിയാണ് ഏറ്റവും ആവശ്യം. ബുദ്ധി ഉണ്ടെങ്കിൽ കാശും പണവും നേടാം. നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യിപ്പിക്കാം. ഈ ലെസൺ നന്നായി റീഡ് ചെയ്തിട്ട് പിന്നെ ഇതിൽ കിസ്നെ കഹ കിസ്സെ കഹ എന്ന ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. ഇത് മനസ്സിലായിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കാം. അപ്പോൾ മനസ്സിലാവുന്നത് രാജാവ് ആരോട് പറയുന്നതാണ് എന്നൊക്കെ. അങ്ങനെയാണ് ഇതിൽ ക്വസ്റ്റ്യൻസ് കിസ്നെ കഹ കിസ്സെ കഹ വരിക. അപ്പോൾ ഇത് കണ്ട് എല്ലാ കുട്ടികൾക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.
We'll meet in the next video. Until then, bye bye.